പറവൂർ മണ്ഡലം. പറവൂർ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറച്ച് പ്രാധാന്യത്തോടെ എടുക്കാൻ കാരണം VD സതീശനാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്താൻ പോകുന്നത്. എന്തായിരിക്കും? VD സതീശൻ തന്നെ ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പം ഈ LDFന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള നമുക്ക് ഇതുവരെ ഒരു ഊഹവും കിട്ടിയിട്ടില്ല ആരെത്തും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ VD സതീശനെ വെച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ VD സതീശന് പറവൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ? നിലവിൽ സതീശന് തന്നെയാണ് മുൻതൂക്കം, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് VD സതീശൻ തന്നെയാണ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നതും. അത് CPIയുടെ സീറ്റായിരുന്നു ശരിക്കും അത്. അപ്പോൾ ആ CPIയിൽ നിന്നും VD സതീശൻ പിടിച്ചെടുത്ത മണ്ഡലമാണ് ശരിക്കും പറവൂർ. അങ്ങനെ പറവൂർ മണ്ഡലത്തിന് ഇപ്പം ഏറെക്കാലമായി VD സതീശൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് തന്നെയാണ് പറവൂർ മണ്ഡലം അറിയപ്പെടുന്നത് തന്നെ. ഈ പറവൂർ മണ്ഡലത്തിനെ ചുറ്റിപ്പറ്റി നമ്മൾ നോക്കാമെങ്കിൽ അവിടുത്തെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ സംഭവങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70%, 71% വരുന്ന ഭൂരിപക്ഷ സമുദായങ്ങൾ തന്നെയാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. 70 മുകളിൽ 71, 72 ആ റേഞ്ചിൽ വരും. അവരൊക്കെ തന്നെയാണ്. അതിൽ തന്നെ 25% വരുന്നത് അവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ്. 25 മുതൽ 26 വരെ വരുന്ന ആ ഒരു ഇതിനകത്ത് വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ബാക്കി അതിലൊരു 19% വരുന്നവർ പിന്നെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരും പിന്നെ ഒരു 8 മുതൽ 9% വരെ നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പറവൂർ മണ്ഡലത്തിലെ ഒരു കാസ്റ്റിന്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ CPIയിൽ നിന്നും CPM പിന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പിടിച്ചെടുത്ത ഒരു മണ്ഡലം അത് VD സതീശൻ തന്നെയായിരുന്നു. അവിടെ VD സതീശൻ എന്തുകൊണ്ട് ജയിക്കുന്നു ചോദിച്ചാൽ ഇപ്പം നമുക്കറിയില്ല, VD സതീശൻ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ്. എന്നാൽ അതിനിടയിൽ വരുന്ന ഇപ്പോൾ ശാരദാ മേനോൻ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ പേരാരും ഉയർന്ന് കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പിണറായി വിജയനെതിരെ മത്സരിച്ച ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അയാളുടെ പേര് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ ഇപ്പം വേറൊരു കാര്യം, ഉമ്മൻചാണ്ടി അല്ല VD സതീശൻ എന്ന് പേരുള്ള വേറെ ആരെങ്കിലും നമുക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന വിജയന്മാരെ കേട്ടിട്ടുണ്ട്, നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന വേറൊരാളെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അങ്ങനെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ പറയുന്നത് പോലെയാണ് ഈ VD സതീശന് കിട്ടിയിരിക്കുന്ന ഒരു പ്രാധാന്യം അങ്ങനെ തന്നെയാണ് ഈ മണ്ഡലത്തിൽ. സതീശൻ എന്നാൽ അവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ പലരും ആൾക്കാർ അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് VD സതീശൻ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം കൊണ്ട് അവിടെ എന്ത് ചെയ്തു എന്ന് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ പലർക്കും ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ അവിടെ VD സതീശൻ ജയിക്കും എന്ന് പറയുന്ന ഒരു 50% ആൾക്കാരുണ്ട്. കഴിഞ്ഞ തവണ തന്നെ 51% വോട്ടിന്റെ നേട്ടത്തിലാണ് അദ്ദേഹം ജയിച്ചത്. ഇതിനു മുമ്പ് പന്ന്യൻ രവീന്ദ്രൻ VD സതീശനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് 11,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് VD സതീശന് കിട്ടിയത്. അതിനുശേഷം ഈ ശാരദ ഒക്കെ വരുന്ന സമയത്താണ് ഒരു 20 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് 21,000 20,000 ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ അവിടെ ജയിക്കുന്നത്. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പശ്ചാത്തലം. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ വെറും 8% മാത്രമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. അതേസമയം ഭൂരിപക്ഷ വോട്ടുകളിൽ ഞാൻ പറഞ്ഞില്ല 25% കഴിഞ്ഞ ബാക്കിയുള്ളതിലാണ് ഈ 25% അങ്ങോട്ട് മാറ്റി നിർത്തുന്നത്. ബാക്കി വരുന്ന ഒരു 75%-നകത്ത് വരുന്നത് നായന്മാർ വരുന്നുണ്ട്. ധീവര വോട്ടുകൾ അവിടെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട വോട്ടുകളാണ്, ധീവര സമുദായത്തിന്റെ വോട്ടുകൾ. പിന്നെ അല്ലറ ചില്ലറ നായർ വോട്ടുകളും ഈ പറയുന്ന ധീവര വോട്ടുകൾ, പിന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വോട്ടിന്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ബാക്കി തണ്ടാൻ പിന്നെ അങ്ങനെ തുടങ്ങിയ ഹിന്ദുക്കളിൽ തന്നെയുള്ള SC ST തുടങ്ങിയ വിഭാഗങ്ങളുടെയൊക്കെ വോട്ടുകളാണ് പിന്നെ ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 75%-നകത്താണ് ഇതെല്ലാം വരുന്നത്. അതിൽ ഈ ബാക്കി വരുന്ന ഈ പറയുന്ന നായസ് വോട്ടുകളിൽ നിന്ന് 75% നായർ വോട്ടുകൾ, ആ ഹിന്ദു വോട്ടുകൾ, ബാക്കിയുള്ള ഹിന്ദു വോട്ടുകൾ, അതിനകത്ത് തന്നെ നായർ വോട്ടുകൾ വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരു 10-50-നകത്ത് വരും. ബാക്കി ഒരു 50%-ആണ് ഈ പറയുന്ന ധീവര അടക്കമുള്ള ബാക്കിയുള്ളവരെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കി നോക്കാം. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. പിന്നെ ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം വികസനം അവിടെ ഉണ്ടാക്കിയോ എന്ന് പല റോഡുകളുടെ അവസ്ഥ, കുടിവെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ, അവിടെ കുടിവെള്ളം ഒരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു മേഖല കൂടിയാണ് ആ പറവൂർ മേഖലകൾ എന്ന് പറയുമ്പോൾ. പിന്നെ അതിനുശേഷം ഈ പ്രളയത്തിന് ശേഷം VD സതീശൻ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും ചർച്ചയിലേക്ക് വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാണെങ്കിൽ കാര്യം പ്രളയത്തിന് ശേഷം അവിടെ VD സതീശൻ എന്ന് പറയുന്ന ജനനേതാവിൽ നിന്നും പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും ആ മണ്ഡലത്തിലേക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടെയുണ്ട്. ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കാര്യം ആദ്യം നമ്മൾ വികസനമാണല്ലോ നോക്കേണ്ടത്.
കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് അവകാശപ്പെടുന്നവരും ആ മണ്ഡലത്തിൽ തന്നെയുണ്ട്. പിന്നെ തന്നെയുമല്ല മറ്റൊരു കാര്യം കൂടി, അപ്പം വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ വാക്കുകളുണ്ട്. ആ പ്രളയത്തിന് ശേഷം വി ഡി സതീശൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഈ വി ഡി സതീശൻ്റെ ക്യാരക്ടർ, ഈ ആരോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചീത്ത വിളിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ആ വി ഡി സതീശൻ അവിടെ ഒരു ഇതുവരെയുള്ളൊരു MLA എന്നുള്ള നിലയിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. അതായത് ആ മണ്ഡലം UDF കോൺഗ്രസിനുള്ള മണ്ഡലം തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന് എതിരായിട്ട് ഇതുവരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന CPIയുടെ മണ്ഡലം ആയതുകൊണ്ട് തന്നെ CPIക്കാർ തന്നെയായിരിക്കും അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത. എന്നാൽ അതേസമയം ഈ CPIക്ക് പകരം CPIയുടെ കയ്യിൽ നിന്നും പറവൂർ മണ്ഡലം ഇത്തവണത്തെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വി ഡി സതീശനെ അവിടെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വി ഡി സതീശനെ അവിടെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ CPIയുടെ കയ്യിൽ നിന്ന് CPM ഈ മണ്ഡലം ഏറ്റെടുക്കുകയും പകരം അറിയപ്പെടുന്ന ഒരു മത്സരാർത്ഥിയെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്താൽ ആ മണ്ഡലത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ CPM-ന് സാധിക്കും. എന്നാൽ ഈ ഒരു ഡീലിന് CPM-നും ആയും CPI-യും തയ്യാറാകുമോ എന്നുള്ളതാണ്. CPI-യെ സംബന്ധിച്ചിടത്തോളം CPI-ക്ക് അത്ര ബെറ്റർ സ്ഥാനാർത്ഥി എന്ന് പറയാൻ മാത്രമുള്ള സ്ഥാനാർത്ഥികൾ കുറവാണ്. ഇപ്പൊ പന്ന്യൻ രവീന്ദ്രനൊക്കെ നല്ല ആളാണ്. ഇപ്പൊ ബിനോയ് വിശ്വം മത്സരിക്കാനുള്ള സാധ്യത ഇത്തവണ കുറവാണ്. അപ്പൊ പന്ന്യൻ രവീന്ദ്രനെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോലും പന്ന്യൻ രവീന്ദ്രൻ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥി ഇറക്കണം. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കറതീർന്ന ഒരു CPI അല്ലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. അങ്ങനെ ഒരാളെ ഇറക്കിയിട്ട് പോലും അവിടെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവിടെ മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ CPI-യിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസകരമായിരിക്കും നിലവിലത്തെ ഒരു സാഹചര്യം. കാര്യം CPI-ൽ ഒന്നുകിൽ ഇവിടെ VS സുനിൽകുമാറിനെ പോലെ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കണം. VS സുനിൽകുമാറിനെ ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികം എന്നോണം അവിടെ മത്സരം ഭയങ്കര ടൈറ്റ് ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കൊക്കെ എത്തുന്ന തരത്തിലേക്ക് ആ മത്സരം മാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം VS സുനിൽകുമാർ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു CPI നേതാവാണ്. അല്ലെങ്കിൽ കെ രാജനെ ഇപ്പം നിൽക്കുന്നിടത്ത് തന്നെ കെ രാജൻ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പം ഒന്നുകിൽ CPI-യിലേക്ക് സുനിൽകുമാറിനെ അവിടെ ഇറക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു നേതാവിനെ CPI-ക്കാർക്ക് കണ്ടെത്തുക എന്നുള്ളത് നിലവിൽ പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, അപ്പൊ ഇത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കോൺഗ്രസ്സുകാരാണ് സ്വർണ്ണക്കൊള്ള വിവാദം ഏറ്റവും കൂടുതൽ പൊക്കിപ്പിടിച്ചത്. ശരിക്കും ഇപ്പം നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അത് നേരെ കോൺഗ്രസിന് നേരെ തിരിഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പം അത് സതീഷിനെയും ബാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും സതീഷിനെ ബാധിക്കും. അതേ മണ്ഡലത്തിൽ തന്നെ അത് ജനങ്ങൾ എന്തുവായാലും അത് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ കൂടി ബാധിക്കപ്പെടും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നേരത്തെ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ വികസനം ചർച്ച ചെയ്യപ്പെടും. കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വികസനത്തെ കുറിച്ചുള്ള ചർച്ച ചെയ്യൽ കൂടിയാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ നിയമസഭ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വരുന്നത്, ഒരു വോട്ടിംഗ് പാറ്റേൺ വരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടുന്നത് സംസ്ഥാനത്തിനകത്തുള്ള വിഷയങ്ങൾ മാത്രമായിരിക്കും. സംസ്ഥാനത്തിന്റെ അകത്ത് വരുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്ത്രീ മുന്നേറ്റം, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സ്ത്രീകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടണമെന്നേ. തന്നെയല്ല അവർ LDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇറക്കുന്നൊരു മുഖമുണ്ട്. ആ മുഖത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശൈലജ ടീച്ചറെ ആ ഒരു മുഖമായി കൊണ്ട് ഇറക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിപ്പം നിലവിൽ കാണുന്നുണ്ട്. അത് കോൺഗ്രസ് ശരിക്കും ഭയക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അവിടെ വരുമ്പോൾ സ്ത്രീജനങ്ങൾ എല്ലാവരുടെയും വോട്ടുകൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും. അവിടെ സ്ത്രീപക്ഷ വോട്ടുകൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വിജയ സാധ്യതകളെ നിയന്ത്രിക്കാനുള്ള ഒരു കെൽപ്പ് അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ സർക്കാരിന്റെ വികസന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടി പറവൂർ മണ്ഡലം മാറിയാൽ അത് പിന്നെ വി ഡി സതീശന് ദോഷം ചെയ്യുന്ന ഒന്നായി മാറും. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ വന്നാൽ, ഞാൻ ഈ പറയാം സുനിൽകുമാറിനെ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള, പക്ഷേ നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് CPI-ക്കാർ ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വൈപ്പിൻ മണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ട് വൈപ്പിനിലുള്ള, അതായത് വൈപ്പിൻ CPM-ന്റെ സീറ്റാണ്, ആ വൈപ്പിന്റെ CPM സീറ്റ് CPI-ക്ക് കൊടുത്തുകൊണ്ട് CPM പറവൂർ ഏറ്റെടുക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വൈപ്പിൻ എന്ന് പറയുന്നത് CPM-ന്റെ ഉറച്ച സീറ്റാണ്, അതിൽ നഷ്ടം വരാൻ സാധ്യതയില്ല. പിന്നെ അല്ലെങ്കിൽ KJ ഷൈനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കാമായിരുന്നു. അതായത്
പറവൂരിൽ വി ഡി സതീശനെതിരായിട്ട് ഷൈൻ ടീച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇത്തവണ മത്സരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം LDF സംബന്ധിച്ചിടത്തോളം നിരവധി സ്ത്രീമുഖങ്ങളെ എടുത്ത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ശൈല ടീച്ചറുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, ഇപ്പം പുതിയ ടീച്ചറോട് വന്നു കഴിഞ്ഞു KJ ഷൈൻ. ആ ഷൈൻ ടീച്ചറെ വേണമെന്നുണ്ടെങ്കിൽ പറവൂർ ഇറക്കാൻ കഴിയും. അപ്പോൾ ആ പറവൂരിൽ ഈ ഷൈൻ ടീച്ചറിനെതിരായി തന്നെ അവർ ഭയങ്കര ബ്ലോക്കാണ് നടത്തിയത്. ഷൈൻ ടീച്ചറിനെതിരായിട്ട് ഗുരുതര ആരോപണം ഉന്നയിച്ചു. നമുക്കറിയാവുന്നതല്ലേ, ഗുരുതരമായ ആരോപണം. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ഒരാൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഇവിടുത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആരോപണം ഉന്നയിച്ചു. അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഷൈൻ ടീച്ചറെ അവിടെ നാണം കെടുത്തിയതാണ്. പക്ഷേ ആ ഷൈൻ ഈ CPM കിട്ടിക്കഴിഞ്ഞാൽ ഒന്നീ ഷൈൻ ടീച്ചറെ പറവൂരിൽ ഇയാൾക്കെതിരെ മത്സരിപ്പിക്കാൻ കഴിയും. അപ്പോഴും വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കും. ഒന്നുകിൽ CPI നിന്ന് മത്സരിക്കേണ്ടത് സുനിൽകുമാറിനെ പോലുള്ള ഒരു നേതാവോ, അതല്ലെങ്കിൽ CPM നിന്ന് ഷൈനെ പോലുള്ള ഒരു നേതാവോ. പിന്നെ നമ്മൾ ഇവരിലേക്കൊന്നും പോകുന്നില്ല, സ്വരാജിലേക്കോ മറ്റ് നേതാക്കന്മാരിലേക്കൊന്നും പോകാതെ ഷൈൻ ടീച്ചർ ഇറക്കിയാൽ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അവിടെ പിന്നെ സെൻകുമാർ ഇടയ്ക്ക് എന്തോ പറഞ്ഞിരുന്നു, അവിടെ വിജയിപ്പിക്കുന്നെങ്കിൽ ഒരു ഹിന്ദുവിനെ വിജയിപ്പിക്കുക. BJP പരാജയപ്പെട്ടിരുന്നാലും കുഴപ്പമില്ല, ഒരു ഹിന്ദുവിനെ വേണം അവിടെ വിജയിപ്പിക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് സെൻകുമാർ ആണെന്ന് ഈ രീതിയിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. നമ്മൾ പരിശോധിക്കേണ്ടത് 71% വരുന്ന ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് 25% വരുന്ന ഈഴവ വോട്ടുകൾ. ഈഴവരും നായന്മാർക്കും, അതായത് ഭൂരിപക്ഷ സമുദായങ്ങളായിട്ടുള്ള SNDPയിലും NSSലും പെട്ട ആളുകൾ, ഞാൻ SNDPയും NSS എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടന കൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ വരുന്നവരിൽ കൂടുതൽ ആൾക്കാർക്കും VD സതീശനോട് വലിയ താല്പര്യമില്ല. ഈ പറയുന്ന നമ്മൾ നോക്കി എന്താ വെള്ളാപ്പള്ളി നടേശന് VD സതീശനെ ചതുർത്ഥി കാണുന്ന പോലെയാണ്. VD സതീശനെ സുകുമാരൻ നായർ പറഞ്ഞ എന്താണ്, തിണ്ണനിരങ്ങി എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇവർക്ക് രണ്ട് സമുദായ നേതാക്കന്മാർക്കും ഈ പറയുന്ന VD സതീശനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഈ 71% വരുന്ന ഈ ഹിന്ദു വോട്ടുകളിൽ 2 പേർക്കും, അതായത് അതിലെ പ്രബലരായ 2 സമുദായത്തിൽപ്പെട്ടവർക്കും VD സതീശനോട് വലിയ താല്പര്യമില്ല. ഇത് പ്രകാരം ഇനി ഇൻ കേസ് സുകുമാരൻ നായരോ NSSന്റെ മറ്റ് നേതൃത്വങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു 5000 വോട്ട് വീതം മാറിയാൽ മതി. ഈ 2 സമുദായത്തിലും പെട്ട വെറും ഒരു 5000 വോട്ട് വെച്ച് മാറിക്കഴിഞ്ഞാൽ തന്നെ പോട്ടെ, ഒരു 2 വോട്ട് മാറിയാൽ മതി. അതിന്റെ പ്രതിഫലനം ഇതിനകത്തുണ്ടാവും. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇവ ആകപ്പാടെ പ്രതീക്ഷയുള്ള ഒരു 19% കിടക്കുന്ന വോട്ടുകളിലാണ്. 19% കിടക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളിലും ഒരു 8% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലുമാണ്. ഇതിനകത്ത് 8% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നമുക്ക് ഇൻഡു മാർക്ക് ഇട്ട് വെക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ പൊതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വലിയ വിവാദമുണ്ടായി. ഷാഫി പറമ്പിലിനെ നേരത്തെ വിളിച്ചില്ല, അതിന് പകരം VD സതീശനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രമോദ് കക്കട്ടിലിന്റെ കഴുത്തിന് പിടിച്ച് തള്ളിക്കൊണ്ട് പോകുന്നത് നടന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ കണ്ട സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഷാഫി പറമ്പിൽ ഈ 8% തിരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഷാഫിക്ക് നേരിട്ട് ഇറങ്ങി ഒരു കളി കളിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് കുറ്റ്യാടി പോലെ ഒരു മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു നടപടി കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടകരയും പേരാമ്പ്രയും കുറ്റ്യാടി എന്നീ പറയുന്ന 3 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിനൊരു പ്രാധാന്യമുണ്ട്. അതായത് ഈ 3 മണ്ഡലങ്ങളിൽ എവിടെ പോയിരുന്നാലും ഞാനായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് എന്ന് ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് പറയുന്ന പ്രമോദ് കക്കട്ടിലിനെ പിടിച്ച് തള്ളുന്നത്. സ്വന്തം അച്ഛന്റെ പ്രായത്തോളം പ്രായമുണ്ട് ആ മനുഷ്യന്, എന്നിട്ടും കഴുത്തിന് പിടിച്ച് തള്ളിക്കൊണ്ട് പോകുന്ന ഒരു ഇത് കണ്ടു. എന്നിട്ട് പറയണ ഒന്നും തള്ളുമൊക്കെ ഉണ്ട്, ആ ഞങ്ങൾ കുടുംബത്തിലൊക്കെ ഉള്ളവരെ തമ്മിൽ അങ്ങനെയൊക്കെയാണ് എന്ന് ഈ പറയുന്ന VD സതീശൻ പറഞ്ഞു. പണ്ട് ഇതുപോലെ ഒരു മഹാൻ ആലപ്പുഴയിൽ വെച്ച് സമരാഗ്നി വന്ന സമയത്ത് അവിടെ കയറുന്ന തെറി പറഞ്ഞപ്പോൾ എൻ്റെ ഞങ്ങൾ ചേട്ടനിയനും തമ്മിലുള്ള ബന്ധമാണ്, ഞങ്ങൾ ചേട്ടൻ അനിയനെ വിളിക്കുന്നതായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ആ ചേട്ടൻ എന്താ പറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞ ആ ചേട്ടനെ പിന്നെ എത്ര നാൾ പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരുന്നു? KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്ര കാലം ഉണ്ടായിരുന്നു ആ ചേട്ടൻ ഇപ്പം എന്താണ് വിടുവായത്തം വിളിച്ചു പറയുന്ന, പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസിലെ ഏറ്റവും വേസ്റ്റ് നേതാവ് എന്നുള്ള പേരുദോഷ മുദ്ര ചാർത്തിക്കൊണ്ട് ആ മനുഷ്യനെ എവിടെ കൊണ്ടിരുത്തി? K സുധാകരനെ. അപ്പം ഇത് ചേട്ടനോ അനിയനോ നാളെ ഇതിൽ ആർക്കാ പണി കിട്ടുന്നത് അറിയാൻ പറ്റില്ല. ഇപ്പൊ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് ഗ്രൗണ്ട് ലെവലിൽ ഇദ്ദേഹത്തിന്റെ പിന്തുണ കുറവാണ്. അവിടെ നമ്മൾ എന്തുകൊണ്ട് പിന്തുണ കുറവാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ ഹാരാർപ്പണ സമയമുണ്ട്. ഹാരത്തിനുള്ളിലേക്ക് സതീശൻ കയറി നിന്നപ്പോഴും ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന എനിക്കൊന്നും അബ്ദുള്ളയാണെന്ന് തോന്നുന്നു, അവരെല്ലാം അവിടെ കയറി നിൽക്കുന്ന സമയത്തും ഈ പറയുന്ന ആൾക്കാരും ബേളം വെച്ചില്ല. ഷാഫി ദൂരെ എവിടെയോ മാറി നിന്ന ഷാഫിയെ ഈ പറയുന്ന പ്രമോദ് തന്നെ വിളിച്ചിട്ട് കൊണ്ടുവരിക ചെയ്ത്.
വിളിച്ചു കൊണ്ടുവന്ന് ഈ ഷാഫിയുടെ തലകൂടി ഹാരത്തിനകത്ത് കയറിയപ്പോഴാണ് അവിടെ സദസ്സിൽ നിന്ന് ഉച്ചത്തിൽ ബേളം കേട്ടത്. അവരല്ല ഷാഫി 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 എന്ന് പറഞ്ഞിട്ട് അവർ ബേളം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ ഷാഫി പറമ്പിനുള്ള ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഷാഫിക്ക് ഇപ്പോൾ കുറഞ്ഞാൽ ഒറ്റ സീറ്റേ കുറയത്തുള്ളൂ പറവൂര്. അപ്പോൾ പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുക അവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും വി ഡി സതീശന് ദോഷം ചെയ്യും. അതായത് നിലവിൽ വി ഡി സതീശന് ദോഷം ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒന്ന് പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകൾ അവരുടെ എതിർപ്പ്, അതായത് SNDPയുടെയും NSSന്റെയും എതിർപ്പുണ്ട്. പിന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫി വിചാരിച്ചാൽ അവിടെ ഭിന്നിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു ഘടകം കൂടിയുണ്ട്. പിന്നെ അതോടൊപ്പം വികസനത്തിന് അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വേണ്ടത്ര വികസനം വരുത്തിയിട്ടില്ല എന്ന് പറയുന്ന വേറൊരു പേരുദോഷവും സതീശനെതിരായി മണ്ഡലത്തിലുണ്ട്. തന്നെയുമല്ല, സതീശനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഏകദേശം 50% വരുന്ന ആളുകൾ മാത്രമേ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 50% അപ്പുറത്ത് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അപ്പം സർവേ എടുത്ത് പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പം ഓൺലൈൻ മീഡിയകൾ നടത്തിയ സർവേ പരിശോധിക്കുമ്പോഴും സതീശന് ഒരു 50% സാധ്യത മാത്രമേ ഇപ്പോഴും നിലവിൽ ആ മണ്ഡലത്തിലുള്ളൂ. കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ CPIയോ CPMോ പരിഗണിച്ചാൽ, തന്നെയുമല്ല വി ഡി സതീശനെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വി ഡി സതീശനെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് CPMും CPIയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി, സീറ്റ് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കി, മറ്റൊരു സീറ്റ് വേറെ എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും CPIക്ക് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് CPIക്ക് അത് കൊടുത്താൽ, CPMന്റെ ആ സീറ്റ് മാറിയിട്ട് CPI അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ധാരണ ശരിയാവും. ധാരണ ശരിയായാൽ നല്ലൊരു നേതാവിനെ ഇദ്ദേഹത്തിനെതിരായിട്ട് വി ഡി സതീശനെതിരായിട്ട് ഇവിടെ മത്സരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ മത്സരിപ്പിക്കാൻ സാധിച്ചാൽ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഡി സതീശനെ അവിടെ പൊരിക്കാൻ പറ്റും. സതീശൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രിവിലേജിനെ അവിടെ നശിപ്പിക്കാൻ കഴിയും. നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവിടെ LDFന് പറവൂര് പിടിച്ചെടുക്കാൻ കഴിയും. ഇതിന് മുൻപ് വി ഡി സതീശൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇതിന്റെ അവസ്ഥ, ആ നിലയിലേക്ക് പറവൂർ മണ്ഡലത്തെ തിരികെ കൊണ്ടെത്തിക്കാൻ കഴിയും. പിന്നീട് ഇത് കൈമോശം വരാതിരിക്കാൻ ഭരണം കയ്യിലിരിക്കുകയാണെങ്കിൽ തുടർന്ന് വരുന്ന MLAയോ അല്ലെങ്കിൽ അവിടെ ഒരു മന്ത്രിയോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായി കാര്യം നടക്കുമെന്നേ. പണ്ട് K കരുണാകരൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. ഇവിടെ നേമത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മത്സരം നടക്കുന്ന നേമത്താണോ, എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകരയോ മറ്റോ ആണെന്ന് തോന്നുന്നു. സുന്ദരൻ നാടാർ എന്ന് പറയുന്ന ഒരാളെ മത്സരിപ്പിക്കുന്ന സമയത്ത് അന്ന് K കരുണാകരൻ പറഞ്ഞെന്താണ്, ഒരു മന്ത്രിയെ നിങ്ങൾക്ക് തരാൻ പോവാണ്, അതൊരു സുന്ദരൻ നാടാരെ തന്നെ നിങ്ങൾക്ക് മന്ത്രിയായി ഞാൻ തരാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ പ്രസംഗമായിരുന്നു K കരുണാകരൻ നടത്തിയത്. അതിൽ വീണു, അതിൽ ജനങ്ങൾ വീട്ടു, സുന്ദരൻ നാടാര് സഭയിലേക്ക് എത്തി. ഇതാണ് കളികൾ എന്ന് പറഞ്ഞാൽ. ഈ രീതിയിൽ ഇനി വരാൻ പോകുന്ന ഒരാളെ ഒരു മന്ത്രിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ മാറി വോട്ട് ചെയ്യാത്തത്? ഇപ്പൊ ഏതൊരു മണ്ഡലക്കാർക്കാണ് മന്ത്രിയെ ആവശ്യമില്ലാത്തത്? അവരുടെ മണ്ഡലത്തിൽ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി നേരിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനും ഒക്കെ ഒരു മുൻകൈ എടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയായി മാറും. ഇതാണ് ശരിക്കും സംഭവിക്കേണ്ടത്, അതാണ് നടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വി ഡി സതീശന് ഒരു 50% സാധ്യതകൾ മാത്രമാണ് ശരിക്കും പറവൂർ മണ്ഡലത്തിൽ നിലവിൽ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സമുദായ സംഘടനകളുടെ പ്രശ്നം. രണ്ട്, ഷാഫി പറമ്പിൽ വി ഡി സതീശനോട് കാണിക്കുന്ന എതിർപ്പ്. മറ്റൊന്ന്, അവിടുത്തെ വികസനത്തിൽ ഉണ്ടാക്കിയ പോരായ്മകൾ. പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ നടത്താതിരുന്ന ചില കാര്യങ്ങൾ കൂടി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ തന്നെയുമല്ല, നല്ലൊരു സ്ഥാനാർത്ഥി CPIയുടെ ആണെങ്കിൽ സുനിൽകുമാർ അടക്കമുള്ള ഏതെങ്കിലും മികച്ച സ്ഥാനാർത്ഥികൾ അവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്ട്രഗിള് വി ഡി സതീശന് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് പറവൂർ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്.